നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ കുട്ടിയെ ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുള്ളതാണല്ലോ. ദേവി, നീ ദേവിയല്ല, ഭദ്രകാളിയ. നിന്നെ ഞാൻ ഒരിക്കലും വിടില്ല. നീ കാരണം എന്റെ അമ്മ മരിച്ചു, എന്റെ അച്ഛൻ ജയിലിലും പോയി. മോളെ, എന്തിനാ മോള് കരയുന്നേ? മോളുടെ അമ്മ എവിടെ? നിന്റെ അമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്ന് പറഞ്ഞിട്ടല്ലേ നിന്നെ ഞാൻ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ആ കുട്ടി പറഞ്ഞത് സത്യം തന്നെയാ. പക്ഷേ അതിന്റെ അമ്മ മരിച്ചുപോയി. ബോഡി മോർച്ചറിയിലാണ്. ഈ കുട്ടി ഇതെവിടെ പോയി? ചേടാ, മാധുരി, നീ അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയത് അവളുടെ പ്രാണനായിരുന്നടി. ഈ ശാപമൊക്കെ നീ എവിടെ കൊണ്ട് തീർക്കുവടി? അവളുടെ ജീവൻ താർത്തുകൊണ്ട് നീ അനുഭവിക്കാൻ പോകുന്ന സന്തോഷങ്ങളൊന്നും നിലനിൽക്കില്ലടി. അവളുടെ കൺമുമ്പിൽ നീ വെന്തു വെന്ത് വെണ്ണീറാവും. ചെമ്പകമംഗലത്തെ മരുമകളിടുന്ന വളകളായത്, അത് ഊരി തന്നേക്ക്. എന്താ നിങ്ങളുടെ പേരെന്ത്? നന്ദിനി. നന്ദിനി, നന്ദിനി ദേവി അല്ലേ? എല്ലാവർക്കും മുൻപിൽ നിങ്ങൾ നന്ദിനി.
എന്റെ അച്ഛന് മാത്രം നിങ്ങൾ ദേവി. നിങ്ങളുടെ കാരണോ എന്റെ അമ്മ മരിച്ചത്. എനിക്കിപ്പോ അറിയണം എന്റെ അച്ഛനും നിങ്ങളും തമ്മിൽ എന്താ ബന്ധമെന്ന്. എന്തിനായിരുന്നു നിങ്ങൾക്ക് എന്റെ അമ്മയോട് ഇത്രയും വൈരാഗ്യം? എന്റെ അമ്മ മരിക്കാൻ കാരണം നിങ്ങളാ. നിങ്ങളെ എന്റെ അമ്മ കൊന്നത്. നിങ്ങളുടെ പണം കൊടുത്ത് വാങ്ങിയ കനം കൊണ്ട് എന്റെ അമ്മയ്ക്ക് പണിയിടാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ല. മോളെ, എന്താ മോളെ ഈ കാണിക്കുന്നത്? എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നേ? അച്ഛൻ പറഞ്ഞിട്ടാണ് ഇതിനെ സഹായിക്കാൻ വന്നത്. എന്തിനാ ഈ സ്ത്രീയെ പറഞ്ഞയച്ചത്? ഇതിന് ഞാൻ വെറുതെ വിടില്ല. മീനാക്ഷി, മീനാക്ഷി, മോളെ, മോളെ എന്തായി കാണിച്ചത്? ഞാൻ പറയുന്നൊന്ന് കേക്ക്. മാധുരിയുടെ മരണത്തിന് ഉത്തരവാദി നന്ദിനിയല്ല. പിന്നെ ആരാ? അച്ഛനാണോ? അച്ഛനും ഈ നിൽക്കുന്ന സ്ത്രീയും തമ്മിൽ എന്താ ബന്ധം? അച്ഛന്റെ ഫോണിൽ ദേവി എന്ന ഇതിരുടെ പേര് അച്ഛൻ സേവ് ചെയ്തിട്ടുണ്ട്. ആ ദേവി ഇവരല്ലെങ്കിൽ പിന്നെ അതാരാ? മോളെ, നീ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. നന്ദിനിയല്ല നിന്റെ അപ്പയുടെ മരണത്തിന് കാരണം. ഇല്ല, നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഇതൊക്കെ തെളിയിക്കാൻ എന്റെ അമ്മ ജീവനോട് ഇല്ലാണ്ടായി പോയി. മീനാക്ഷി മോളെ, ചടങ്ങ് നടക്കട്ടെ. വരും. തൊട്ടുപോലെ തന്നെ എന്റെ അമ്മയുടെ ചിതം ഞാൻ കത്തിച്ചോളാം. പെൺകുട്ടികൾ ചിത കത്തിക്കുന്നത് ഉചിതമല്ല. മറ്റാരെങ്കിലും പെൺകുട്ടികൾക്ക് എന്താ കുഴപ്പം? അവർ ചിതയ്ക്ക് തീ കൊടുത്ത ആനൊഴിഞ്ഞ് വീഴും. എന്റെ അമ്മയ്ക്ക് ആടും പെണ്ണുമായി ഞാനൊരാളെ ഉള്ളൂ. എന്റെ അമ്മയുടെ ചിതം ഞാൻ കത്തിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.